പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മഹേശ്വരനും ഗാഥയെ ഹേമന്തിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നതിന് കൂട്ടാണ് എന്നറിയുമ്പോൾ, അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുവാണ് എന്നറിയുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല നന്ദയ്ക്ക്. അതുകൊണ്ട് തന്നെ നന്ദ മഹേശ്വരനോട് നേരിട്ട് പോയി ചോദിക്കുന്നുണ്ട്, ആ വരുന്നവന്മാർ എന്തൊക്കെയാണ് ഗാഥേനെ ചെയ്യാൻ പോകുന്നത്, അവളുടെ ഭാവി ഇനി എന്താവും എന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് അവളെ ആ കൂടെ പറഞ്ഞു വിടാൻ, ആ കാബാലികന്മാരുടെ കൂടെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഇരിക്കാൻ അച്ഛന് എങ്ങനെയാണ് സാധിക്കുന്നത്, അച്ഛൻ എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മഹേശ്വരൻ അതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇതെല്ലാം അറിയുന്ന ഗാഥ ആകെ സങ്കടത്തിലാണ്. അപ്പം ഗാഥ നന്ദയോട് പറയുന്നുണ്ട്, ഈ വരുന്ന ആളുടെ കൂടെ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പിന്നീട് എൻ്റെ ജീവിതം എന്താകും എന്നൊന്നും അറിയില്ല. അതിൽ ഭേദം ഇത് വളരെ ഭംഗിയായിട്ട് എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നന്ദേച്ചി നല്ലത് എന്ന് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും ബാലാജിയുടെ ആളാണ് വരുന്നത്. അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഗാഥയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യാതൊരു നിശ്ചയവും ഉണ്ടാകില്ല. ഒരച്ഛനും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാണ് മഹേശ്വരൻ അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും രാവിലെ ഹേമന്ത് വരുവാണ്. അത് കാണുമ്പോൾ പവിത്രയ്ക്കും പിങ്കിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. വന്ന് അകത്ത് കയറി ഇരിക്കുന്ന ഹേമന്തിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ നന്ദ അവിടെ ഉള്ളിടത്തോളം കാലം ഗാഥ അവിടെ നിന്ന് ഇറങ്ങില്ല. അങ്ങനെയാണെങ്കിൽ നാളെ സംഘർഷഭരിതമായ ഒരു എപ്പിസോഡായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.